എവരിബഡി, വെൽക്കം ടു നോട്ട്ബഡി.in. സോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് 9th സ്റ്റാൻഡേർഡിലെ വാക്ക് അലോൺ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പോമാണ്. രവീന്ദ്രനാഥ് ടാഗോറിന്റെ ഒരു പോമാണ് ഇന്ന് പഠിക്കാൻ പോകുന്നത്. ഇത് വളരെ സിമ്പിൾ ആയിട്ട് ആകെ 3 സ്റ്റാൻഡേർഡ്സ് ആണ് നമുക്ക് ഇതിലുള്ളത്. പെട്ടെന്ന് തന്നെ പഠിച്ചു പോവാം. ഓക്കെ, ഈ ഒരു ചാപ്റ്ററിന്റെ ആക്ടിവിറ്റീസ്, നോട്ട്സ്, സമ്മറി, അതുപോലെ ക്വസ്റ്റ്യൻ ആൻസർ എല്ലാം നോട്ട്ബഡി.in എന്ന് പറഞ്ഞിട്ടുള്ള വെബ്സൈറ്റിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. എക്സാം ആവാറായി, അപ്പൊ അതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. നന്നായിട്ട് പഠിക്കാം. പെട്ടെന്ന് തന്നെ ചാപ്റ്ററിലേക്ക് കടന്നാലോ. വാക്ക് അലോൺ, ഒറ്റയ്ക്ക് നടക്കുക, തനിച്ച് നടക്കുക എന്നൊക്കെ അല്ലെ ഹെഡിങ്. ഇഫ് നോ വൺ ലിസൺ ടു യുവർ കോൾ ദെൻ യു മസ്റ്റ് വർക്ക് ഓൺ അലോൺ. മൂവ് ഓൺ അലോൺ, മൂവ് ഓൺ അലോൺ ആൻഡ് മൂവ് ഓൺ അലോൺ. എന്താ പറഞ്ഞത്? നിനക്കായി ആരും കേൾക്കാതിരുന്നാലും, നിന്റെ വിളി ആരും കേൾക്കാതിരുന്നാലും നീ എന്താണ്, ഒറ്റയ്ക്കെങ്കിലും മുന്നോട്ട് പോകണം, ഒറ്റയ്ക്ക് മുന്നോട്ട് പോകണം എന്ന് ഇങ്ങനെ സ്ട്രെസ് ചെയ്തിട്ട് പറയുന്നുണ്ട് അല്ലെ. ഇഫ് നോ വൺ സ്പീക്സ് ടു യു, ഓ oh my hapless one, if everyone turns the other way, if everyone is afraid, then open your heart and speak out your mind alone. ആരും സംസാരിക്കാതിരുന്നാലും, എല്ലാരും പേടിച്ച് മാറി നിൽക്കുന്ന സമയത്തും നീ എന്ത് ചെയ്യണം? നിന്റെ ഹൃദയം തുറന്ന് ധൈര്യമായിട്ട് നിന്റെ സത്യം പറഞ്ഞുകൊണ്ടേ ഇരിക്കണം എന്നാണ് ഇവിടെ പറയുന്നത്. സ്റ്റാൻസയിൽ പറയുന്നത് നമ്മളെ റിയൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ മൂവ് ഫോർവേഡ്, അതായത് മുന്നോട്ടേക്ക് നീങ്ങുമ്പോഴാണ്. അതിന് വേറൊരാളെ നമ്മൾ ഡിപ്പെൻഡ് ചെയ്യരുത്. ബാക്കിയുള്ളവരുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ നോക്കരുത്. നമ്മൾ എന്താണ്, നമ്മളെ റിയൽ സ്ട്രെങ്ത് എന്ന് പറഞ്ഞാൽ നമ്മൾ മുന്നോട്ട് പോവുക എന്നുള്ളതാണ്. അതിന് നമ്മളെ കൂടെ ആൾക്കാരുണ്ടോ ഇല്ലേ എന്നുള്ളത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. If everyone turns away, oh my hapless one, if as you walk alone on a dark road, no one joins you on your journey, then you must crush the thorns in your path with your bleeding feet and walk ahead alone. എന്താ പറഞ്ഞത്? എല്ലാവരും മാറി നിൽക്കുകയും നീ ഇരുണ്ട വഴിയിൽ ഇങ്ങനെ ഒറ്റക്കായിട്ട് നടക്കേണ്ടി വരികയും ചെയ്യുന്ന സമയത്ത് ആരും കൂടെ വരാത്തതിൽ പോലും എന്താണ്, നമ്മൾ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. വേദനകൾ ഉണ്ടായാലും വഴിയിലെ കല്ലും മുള്ളും ഒക്കെ എന്താണ് തരണം ചെയ്ത്, കഠിനതകളും പ്രശ്നങ്ങളും ഒക്കെ തരണം ചെയ്ത് നീ എന്താണ് മുന്നോട്ട് പോകണം. എത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്താണ്, നീ മുന്നോട്ട് പോകണം എന്ന് തന്നെയാണ് ഇവിടെ കവി പറയുന്നത്. ലൈഫിൽ പെയിനും ഒബ്സ്റ്റക്കിൾസും പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ എന്താണ്, എന്തായാലും ഉണ്ടാവും. അതൊന്നും നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയൂല. പക്ഷെ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? അതൊക്കെ വരുന്ന സമയത്ത് നമ്മളെ ജേർണി സ്റ്റോപ്പ് ചെയ്യാന്നുള്ളതല്ല, നമ്മളെ സ്ട്രോങ് ആക്കുന്ന, നമ്മളെ പേഴ്സണാലിറ്റി സ്ട്രോങ് ആക്കുന്നത് എന്ന് പറയുന്നത് എന്താണ്? ഈ സ്ട്രോങ് ആക്കുന്നത് നമ്മൾ തനിയെ നടക്കുമ്പോഴാണ്. ഈ ഇരുടായ വഴിയിലൂടെ, അതായത് ഡാർക്ക്നെസ്സിലൂടെ ഒറ്റക്ക് നടക്കുമ്പോഴാണ് നമ്മൾ കൂടുതൽ സ്ട്രെങ്ത് വരുന്നത് എന്നാണ് ഇവിടെ കവി ഉദ്ദേശിച്ചത്. ഓക്കെ. If no one holds up a light, oh my hapless one, if on a dark, stormy and rainy night everyone seeks refuge behind a closed door, then with the flame from a roaring lightning set your own heart on fire and shine alone that many may aspire. എന്താ പറഞ്ഞത്? കാറ്റും മഴയും ഒക്കെ നിറഞ്ഞ ഇരുണ്ട രാത്രിയിൽ ആരും നിനക്ക് വേണ്ടി ഒരു വിളക്കും കാണിച്ചിട്ടില്ലെങ്കിൽ പോലും, എല്ലാവരും സുരക്ഷിതത്തിന് എന്താണ് പിന്നിൽ മറിഞ്ഞിരുന്നാലും, എല്ലാവരും സേഫാണ്, നിനക്കെന്താണ്, നിനക്ക് അതിനുള്ള ഒരു വിളക്കോ കാര്യങ്ങളോ ഒന്നും ആരും കാണിച്ചു തന്നിട്ടില്ലെങ്കിലും നീ തന്നെയാണ് നിന്റെ പ്രകാശം എന്ത് ചെയ്യേണ്ടത്? സൃഷ്ടിക്കേണ്ടത്. നമ്മൾ സ്വയം എന്ത് ചെയ്യണം? പ്രകാശിക്കണം എന്നാണ് പറയുന്നത്. നിന്റെ ധൈര്യമാണ് മറ്റുള്ള ആൾക്കാരെ മോട്ടിവേറ്റ് ചെയ്യേണ്ടത്, മറ്റുള്ള ആൾക്കാരെ ഇൻസ്പയർ ചെയ്യേണ്ടത്. ഓക്കെ. നമുക്ക് മുന്നിലുണ്ടായിട്ടുള്ള ഓരോ ലീഡേഴ്സ്, ഈ ഓരോ നേതാക്കന്മാരും ഇരുട്ടിൽ നിന്നാണ് അല്ലെ ഉയർന്നു വന്നിട്ടുള്ളത്. അപ്പോ ധൈര്യത്തോടെ മുന്നോട്ട് ചെന്ന് നിൽക്കുമ്പോൾ നിന്റെ പ്രകാശം എന്താണ്, ഭയപ്പെട്ട് നിൽക്കുന്ന, മറഞ്ഞു നിൽക്കുന്ന ആൾക്കാർക്കൊക്കെ എന്താണ്, ഒരു വഴികാട്ടിയാവും എന്നാണ് പറയുന്നത്. സോ ഇത്രയാണ് നമ്മളെ ഈ ഒരു ചാപ്റ്റർ വരുന്നത്. ഈ ചാപ്റ്ററിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കാം. ഈ ക്ലാസ് മനസ്സിലാവുന്നുണ്ടോ ഇല്ലേ എന്നുള്ളതൊക്കെ ഒന്ന് കമന്റ് ബോക്സിൽ അറിയിക്കുക. അതുപോലെ തന്നെ ഈ ചാപ്റ്ററിന്റെ എല്ലാ റിലേറ്റഡ് ക്വസ്റ്റ്യൻ ആൻസർ ആക്ടിവിറ്റീസും ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്, എക്സാമിന് വരാൻ സാധ്യത ഉള്ളതാണ്. അപ്പം അതെല്ലാം എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് വെബ്സൈറ്റിൽ നിന്ന് എങ്ങനെയാണ് എടുക്കേണ്ടത് എന്നുള്ളത്. സോ അതൊക്കെ നോക്കുക, ചെക്ക് ചെയ്യുക. അത് പ്ലേലിസ്റ്റിൽ തന്നെ കൊടുത്തിട്ടുമുണ്ട്. അപ്പോൾ അത് ചെക്ക് ചെയ്ത് നന്നായിട്ട് എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാം. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. ബൈ.